പഹൽഗാമിലെ സിപ്ലൈൻ ഓപ്പറേറ്റർ മുസമ്മിലിനെ NIA ചോദ്യം ചെയ്തു. വെടിവെപ്പ് തുടങ്ങുമ്പോൾ ദുരൂഹമായി പെരുമാറുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തുവന്നതാണ്. ഇതിന് പിന്നാലെയാണ് ഇയാളെ NIA ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അർജുൻ പീതാമനോട് വിവരങ്ങളുമായി. അർജുൻ, ദേശീയ അന്വേഷണ ഏജൻസി ഇയാളെ വിളിപ്പിച്ചത് ആ ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ആ ദൃശ്യങ്ങളിലെ അസ്വാഭാവികത എന്താണ്? ഇയാളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടുമുണ്ട്? ഈ ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അതിലെ ചില അസ്വാഭാവികത ചൂണ്ടിക്കാട്ടി വലിയ ആരോപണങ്ങളും വിവാദങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ മുസമ്മിലിന്റെ പെരുമാറ്റം, അതായത് വെടിവെപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇയാൾ ഒരു വിനോദസഞ്ചാരിയെ സിപ്ലൈനിലൂടെ താഴേക്ക് ഇറക്കി വിടുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹു അക്ബർ എന്നെല്ലാം അദ്ദേഹം ഉരുവിടുന്ന ശബ്ദമടങ്ങിയ ഒരു ദൃശ്യമായിരുന്നു പുറത്തു വന്നത്. എന്തുകൊണ്ട് അദ്ദേഹം അത്തരത്തിൽ ഉരുവിട്ടു എന്നുള്ള കാര്യങ്ങളടക്കം വലിയ രീതിയിൽ വിവാദമായിരുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് NIA ഇയാളെ നിരീക്ഷിച്ചു തുടങ്ങിയതും മാത്രമല്ല ഈ വീഡിയോ ഈ ദൃശ്യം വിശദമായി തന്നെ പരിശോധിച്ചതും. ഇന്ന് പഹൽഗാം പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടിയിട്ടായിരുന്നു ഇദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയത്. ഇന്ന് രാവിലെ അദ്ദേഹം എത്തി ഹാജരായി. എന്തായാലും അല്പം മുൻപാണ് മുസമ്മിലിനെ ചോദ്യം ചെയ്ത് തീർന്നത്. മണിക്കൂറുകളോളം NIA ഇയാളെ ചോദ്യം ചെയ്തു എന്ന വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞത്, മൊഴി നൽകിയത് എന്താണ്, മാത്രമല്ല അത്തരത്തിലുള്ള പെരുമാറ്റം, എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു പ്രാർത്ഥന ഉരുവിട്ടു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തതയാണ് ഇനി വരേണ്ടത്. ഒരുപക്ഷെ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ ഇയാൾ നൽകിയ മൊഴി എന്താണ്, എന്തുകൊണ്ട് ഇയാൾ അങ്ങനെ പെരുമാറി തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആ വിനോദസഞ്ചാരി ഋഷി ഭട്ട് എന്ന് പറയുന്ന അഹമ്മദാബാദ് സ്വദേശിയായിട്ടുള്ള വിനോദസഞ്ചാരി പറയുന്നത് അതിന് തൊട്ട് മുൻപ് സിപ്പ് ലൈനിലൂടെ പോയവരെ ഒന്നും അയാൾ ഇറക്കി വിട്ട സമയത്ത് ഇത്തരത്തിലൊരു പ്രാർത്ഥന ഉരുവിട്ടിരുന്നില്ല, മറിച്ച് ഈ വെടിവെപ്പ് ശബ്ദം കേൾക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹം ആ ഒരു പ്രാർത്ഥന ഉരുവിട്ടതെന്നാണ്. ഒരുപക്ഷെ ഒരു പ്രാർത്ഥന എന്നുള്ള രീതിയിലാണോ എന്നുള്ളതടക്കം പരിശോധിച്ചിരുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. എന്തായാലും ചില ദുരൂഹതകളും അസ്വാഭാവികതകളും തോന്നിയത് കൊണ്ട് തന്നെയാണ് NIA അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനും മൊഴിയെടുപ്പിക്കാനും വിളിപ്പിച്ചത്. ആ പഹൽഗാമിലെ ആ ദൃശ്യങ്ങളാണ് വലിയ സംശയങ്ങൾക്കിടയാക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്. ഭാഗത്ത് സിപ്പ് ഓപ്പറേറ്ററുടെ ദൃശ്യമുണ്ട്.